ഹായ് ഫ്രണ്ട്സ്, ടീം വിൻടോർക്കിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. ടീം വിൻടോർക്ക് എന്ന് കേൾക്കുമ്പോൾ ആ പേര് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഇതെന്താണ് എന്നുള്ളൊരു സംശയം ഉണ്ടാവും. ഇത് ഞങ്ങളുടെ ഒരു സുഹൃത്ത് വലയത്തിൻ്റെ ഒരു കൂട്ടായ്മയാണ്. പഴയ വിൻറ്റേജ് വെഹിക്കിൾസ് കണ്ടെത്തി അത് റിസ്റ്റോർ ചെയ്ത് സംരക്ഷിക്കുക. അങ്ങനെ ഞങ്ങൾ കുറച്ച് ഒരേ മൈൻഡുള്ള കുറച്ച് കൂട്ടുകാരെല്ലാവരും കൂടി ചേർന്ന് തുടങ്ങിയ ഒരു കൂട്ടായ്മയാണ് ടീം വിൻടോർക്ക്. അപ്പോൾ ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ടീം വിൻടോർക്ക് കൂട്ടായ്മയിലെ ഒരു കാരണവരെയാണ്. ആൻഡ് വില്ലീസാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. അപ്പോൾ എൻ്റെ കൂടെ ഇപ്പോൾ ജിഷ്ണു ഉണ്ട്, ശ്രീകുട്ടനുണ്ട്. അപ്പോൾ നമുക്ക് അവരുടെ അടുത്ത് ഈ ജീപ്പിനെ കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചറിയാം. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് കുറച്ച് പഴയ കാലത്തിൻ്റെ ഒരു കാരണവരെയാണ്. 1962 മോഡല് വില്ലീസ് ലെഫ്റ്റ് ഹാൻഡ് ഡ്രൈവർ. അപ്പോൾ നമ്മുടെ ഈ കൂട്ടത്തിലുള്ള ഏറ്റവും പഴയ ഒരു കാരണവരാണ്. അപ്പോൾ അതിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്നുള്ളത് എല്ലാവർക്കും അറിയാൻ വേണ്ടിയിട്ടൊന്ന് പറയുക ജിഷ്ണു. ഇത് ഒറിജിനലി കമ്പനി ലെഫ്റ്റ് ഹാൻഡ് ഡ്രൈവായിട്ട് നമുക്ക് തന്നിട്ടുള്ളൊരു പഴയ മോഡലാണ്. ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന് ഒറിജിനൽ പൈപ്പ് ചേസസ് ആണ് വരിക. സാധാരണ നമ്മുടെ നാട്ടിലൊക്കെ കാണാറുള്ള വില്ലീസുകളിൽ ബോക്സ് ടൈപ്പ് സി ചാനൽ ചേസുകളൊക്കെയാണ് ഉണ്ടാവാറ്. ലെഫ്റ്റ് ഹാൻഡിനാണ് ഒറിജിനലി ഈ പൈപ്പ് ടൈപ്പ് ചേസ് കാണിച്ചു തരാം. അപ്പോൾ ഈ ഒരു ഫ്രെയിം കണ്ടില്ലേ, ഇത് നോർമലി നമുക്ക് സി ടൈപ്പാണ് സാധാരണ വണ്ടികളിൽ ഉണ്ടാവുക. ഈ ലെഫ്റ്റ് ഹാൻഡ് ഒറിജിനൽ ടൈപ്പുകളിൽ മാത്രമാണ് ഈ ബോക്സ് ടൈപ്പ് മാറിയിട്ട് ഈ പൈപ്പ് റൗണ്ട് പൈപ്പ് ഉള്ള ഈ ഒരു സാധനം വരാറ്. ഇത് 4 വീലാണ്, കമ്പനി 4 വീൽ ഡ്രൈവ് തന്നിരിക്കുന്ന വണ്ടിയാണ്. ഫ്രണ്ട് ഹബ്സ് കണ്ടാൽ തന്നെ നമുക്ക് പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റും. അതുപോലെ ഫ്രണ്ട് ഹൗസിങ്, ഇതിൽ ഡബിൾ ലിവർ ആണ് ഇതിൻ്റെ 4 വീൽ കൺസോൾ വരുന്നത്. അതായത് ഒരു ഗിയർ നമ്മുടെ 4 വീലും 2 വീലും സെലക്ട് ചെയ്യാനും ഒന്ന് ഹൈയും ലോയും സെലക്ട് ചെയ്യാനും വേണ്ടിയിട്ടുള്ളതാണ്. ഹാൻഡ് ആവുമ്പോൾ റൈറ്റ് ഹാൻഡ് വണ്ടികളെ അപേക്ഷിച്ചിട്ട് എന്തെങ്കിലും വ്യത്യാസം ഇതിൽ കൺട്രോൾ ചെയ്യുന്നതിൽ എന്തെങ്കിലും വ്യത്യാസം വരുന്നുണ്ടോ? നമുക്ക് നോർമലി എല്ലാവരും റൈറ്റ് സൈഡ് ഇരുന്ന് ഓടിക്കുക. നമ്മൾ ലെഫ്റ്റിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് റോട്ടിൽ കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. കാരണം ഇതിൻ്റെ കൺട്രോൾസ് അങ്ങനെയാണ്. നമ്മൾ നോർമലി റൈറ്റിലിരുന്നിട്ട് എപ്പോഴും ഓടിച്ച് പെട്ടെന്ന് ലെഫ്റ്റിലേക്ക് വരുമ്പോൾ, അതുപോലെ തന്നെ ട്രാൻസ്മിഷൻ ഗിയർ ഷിഫ്റ്റ് ചെയ്യുന്നത് റൈറ്റ് ഹാൻഡ് കൊണ്ടാകുമ്പോൾ അങ്ങനെയൊക്കെയുള്ള ചെറിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. ഒന്ന് ഓടിച്ച് യൂസ്ഡ് ആയിട്ടുണ്ടെങ്കിൽ ഓക്കെയാണ്, നമുക്ക് റൈറ്റ് ഹാൻഡ് ഓടിക്കുന്ന അതേ കംഫർട്ടോട് കൂടി തന്നെ ഇത് ഓടിക്കാൻ പറ്റും. ഇപ്പോഴേ ഇതിപ്പോൾ ഈ വണ്ടി ലെഫ്റ്റ് ഹാൻഡ് വില്ലീസിനെ കുറിച്ച് അറിയുന്ന ഒരുപാട് വണ്ടി പ്രാന്തന്മാരുണ്ടാവും. അപ്പോൾ അവർക്കൊരു സംശയം ഉണ്ടാവും, നമ്മൾ ലെഫ്റ്റ് ഹാൻഡ് എന്ന് പറയുമ്പോൾ പെട്രോളാണ് അധികവും കണ്ടിട്ടുള്ളത്. ഇത് പെട്രോളാണോ അതോ ഡീസലാണോ? ഇത് നമ്മൾ ഡീസൽ എൻഡോസ് ചെയ്തിട്ടുള്ള ഇതാണ്. ലെഫ്റ്റ് ഹാൻഡ് ഒറിജിനാലിറ്റി നിലനിർത്താൻ വേണ്ടിയിട്ട് നമ്മുടെ ഫ്യൂഷയുടെ പിജോട്ട് എഞ്ചിനാണ് ഇതിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. ഗിയർ ബോക്സ് പഴയ 3 സ്പീഡ് മാറ്റിയിട്ട് 4 സ്പീഡ് ആക്കിയിട്ടുണ്ട്. ഒറിജിനാലിറ്റി അങ്ങനെ തന്നെ നിലനിർത്തിക്കൊണ്ട്, അതായത് നാളെ നമുക്ക് ഒരു പെട്രോൾ എഞ്ചിൻ വേണച്ച് ഇതിൽ എക്യുപ്പ് ചെയ്യാൻ പാകത്തിനാണ് ഇത് നമ്മൾ ട്രാൻസ്ഫോം ചെയ്ത് വെച്ചേക്കുന്നത്. അപ്പോൾ നമ്മൾ അത്യാവശ്യം നമ്മൾ ബേസിക് കാര്യങ്ങളൊക്കെ ഇപ്പോൾ പറഞ്ഞു. ഇനി നമുക്ക് ഇതിൻ്റെ എൻജിനൊന്ന് തുറക്കാം. ശ്രീകുട്ടാ, തുറന്നോ എൻജിൻ റൂം തുറന്നു. ഇത് ശ്രീകുട്ടൻ നമ്മുടെ ക്ലബിലെ ഏറ്റവും യങ്ങസ്റ്റ് മെമ്പറാണ്. ആളിപ്പോൾ 10ാം ക്ലാസ് ക്രിസ്മസ് പരീക്ഷയൊക്കെ കഴിഞ്ഞിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ എൻജിൻ റൂം. ബാക്കി കാര്യങ്ങൾ ജിഷ്ണു പറഞ്ഞോളൂ. ഇത് ഫ്യൂഷയുടെ എഞ്ചിനാണ്. ലെഫ്റ്റ് ഹാൻഡിൻ്റെ ഇത് നിലനിർത്താൻ വേണ്ടിയിട്ട് നമ്മൾ ഇത് വെച്ചേക്കുന്നത്. എല്ലാവരും ചോദിക്കും സാധാരണ ഡി ഐ ടർബോ ഒക്കെ വെച്ചാൽ പോരെയെന്ന്. അപ്പോൾ ഇതിൽ ലെഫ്റ്റ് ഹാൻഡിൻ്റെ ആ സ്റ്റിയറിങ്ങിൻ്റെ ബോക്സ് കറക്റ്റായിട്ട് പ്ലേസ് ആവാൻ വേണ്ടിയിട്ട് അതിൽ ആൾട്രേഷനൊന്നും ഉണ്ടാക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു എൻജിൻ ഇതിൽ വെച്ചിരിക്കുന്നത്. പിന്നെ കുറച്ചുകൂടി ബ്രേക്ക് എഫിഷ്യൻസിക്ക് വേണ്ടിയിട്ട് നമ്മളിതിൽ ബൂസ്റ്റർ ബ്രേക്സ് കാര്യങ്ങൾ ഇതൊക്കെ വെച്ചിട്ടുണ്ട്. ഡിസ്ക് ബ്രേക്കാണ് ഇതിന് വരുന്നത്. നോർമലി നമ്മുടെ സാധാരണ ഡ്രം ബ്രേക്ക് മാറ്റിയിട്ട് ഡിസ്ക് ആക്കിയിട്ടുണ്ട് ഇതിൽ. ശ്രീകുട്ട അത് ക്ലോസ് ചെയ്തോ. നമുക്കിനി ഇതൊന്ന് ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മൾ ജസ്റ്റ് നമ്മുടെ ഇത് ഫാമാണ്, നമ്മുടെ വിൻടോർക്ക് ക്ലബിൻ്റെ തന്നെ ഫാമാണ്. ഇവിടെ നമ്മുടെ മറ്റ് വണ്ടികളും പിന്നെ അത്യാവശ്യം പെറ്റ്സും എല്ലാം ഇവിടെ ഉണ്ട്. അപ്പോൾ ഇതെല്ലാം നമ്മുടെ ഗ്യാരേജും എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മളിങ്ങനെ ഒരു സ്ഥലം സെറ്റ് ചെയ്തതാണ്. അപ്പോൾ നമുക്ക് ടെസ്റ്റ് ഡ്രൈവ് ഇതിൻ്റെ ഉള്ളിൽ തന്നെ ചെയ്യാനുള്ള ഒരു സൗകര്യമുണ്ട്. നമുക്ക് ടെസ്റ്റ് ഡ്രൈവ് ഒന്ന് ചെയ്ത് നോക്കാം. പോവല്ലേ ജിഷ്ണു? ശ്രീകുട്ടാ പോവല്ലേ? പോവാ.
ശരിക്ക് ഞങ്ങളുടെ ഒരു ഓഫ് റോഡ് ട്രാക്കാണെന്ന് വേണമെങ്കിൽ പറയാം. മഴ പെയ്ത് കഴിഞ്ഞാൽ ഫാമിലിക്ക് ജീപ്പ് കൊണ്ട് മാത്രം തന്നെയാണ് വരാൻ പറ്റുള്ളൂ. അപ്പോൾ ഞങ്ങൾ ഞങ്ങളുടെ ഇവിടെയുള്ള കാറുകളൊക്കെ മറ്റൊരു ഗ്യാരേജിലേക്ക് മാറ്റുകയാണ് ചെയ്യുക. ശരിക്കൂട്ടാ, ആ ഗേറ്റ് ഒന്ന് തുറന്നു. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെട്ടത് ലെഫ്റ്റ് ഹാൻഡ് വില്ലീസ് 1962 മോഡലാണ്. അപ്പോൾ ഇത് മദ്രാസ് രജിസ്ട്രേഷനാണ് വരുന്നത്. അപ്പോൾ 1962 മോഡലാണെന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം ഇത് എത്രത്തോളം പഴകിയതാണ്, എത്രത്തോളം പഴയതാണ്, എത്രത്തോളം വിൻറ്റേജ് ആണ് ഉള്ളത്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ ഞങ്ങളുടെ ഗ്യാരേജിലുള്ള അടുത്തൊരു അതിഥിനെയും കൊണ്ട് ഞങ്ങൾ വരുന്നതായിരിക്കും. അപ്പോൾ ഇത് ഈ വീഡിയോനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളും ഞങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടുക. പിന്നെ നമ്മളൊരു കാര്യം വിട്ടുപോയി, റിസ്റ്റോറേഷൻ. അപ്പോൾ പറഞ്ഞോ. അപ്പോൾ നമ്മൾ ഈ പഴയ വണ്ടികൾ എടുത്തിട്ട് റീസ്റ്റോർ ചെയ്തിട്ട് പുതിയ രീതിക്ക് ആക്കി നമ്മളെ സിറ്റി ഷോറൂം കണ്ടീഷൻ ആക്കിയിട്ട് വയ്ക്കുന്ന ഒരു ടീമാണ്. അപ്പോൾ അതിൻ്റെ ഒപ്പം തന്നെ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതുപോലുള്ള വണ്ടികളോ മറ്റോ വേണമെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളായിട്ട് കോൺടാക്ട് ചെയ്യാം. അതിൻ്റെ കോൺടാക്ട് നമ്പറും ഡീറ്റെയിൽസും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മൾ കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും ജീപ്പ്, വിൻറ്റേജ് ജീപ്സ് ഏതെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ, കാർക്ക് ഏതെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞങ്ങൾ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് കൊടുക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്.